സമയം കാലത്ത് 6:45 കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാലത്ത് ഞങ്ങളുടെ ഈ കുടിലുണ്ട്, കുടിലെന്ന് പറയാൻ പറ്റില്ല, ഇതിന് ഓടിട്ട ഒരു കുഞ്ഞിയ പേര. ഇതിൻ്റെ മുകളിൽ ഓട് പണിതല്ലോ. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാൻ പേപ്പർ, കാലത്തെ പേപ്പർ വന്നിട്ടുണ്ട്. ഇപ്പം ആ ബെഞ്ചിനേക്കാളും രസം ഇരിക്കാൻ ഇവിടെയല്ലേ. അല്ല, അവിടെ ഇരിക്കാനും രസം തന്നെയാണ്. അപ്പോൾ കിഴക്ക് വശം ആവശ്യം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സൂര്യൻ കണ്ട ഉദിച്ചു വരുന്നു. അപ്പോൾ അപ്പുറത്ത് പോയിരുന്നു മോന്തേമിലേക്ക് സൂര്യപ്രകാശം അടിക്കട്ടെ. അപ്പോൾ ഒരു ഇത് കിട്ടില്ലേ. ഇതിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ 4 കാല് കുത്തിയിട്ട് മോളിക്ക് ഒരു മേലാപ്പ് എടുത്തിട്ട് കണ്ട ഓട് മേഞ്ഞു. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ഡോം കൂടി വെക്കണം, മുകളിൽ ഒരു സാധനം വെക്കണം. താഴികക്കുടം പോലത്തെ ഒരു സാധനമാണെന്നാണ് സുമേഷ് പറഞ്ഞേക്കണ കേട്ടാ. അത് കിട്ടിയിട്ടില്ല. ഏറ്റവും താഴത്ത് ഒരു വലിയ ബോള്, അതിന്റെ മുകളിൽ ചെറുത് അങ്ങനെ വരണതില്ലേ, അതന്നെ വേണം എന്നാണ് അവന്റെ ആഗ്രഹം. അത്ര അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ ആ സാധനം, അതാണ് വെക്കാൻ പോണേന്ന് പറഞ്ഞു. അപ്പൊ അത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് കിട്ടിയാ അത് ഇന്ന് വെക്കും. അതെ, അപ്പൊ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പിഴവുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇതിന്റെ കാര്യത്തിലും ഒരു പിഴവുണ്ട്. എന്ത്? ഇതിന്റെ കാര്യത്തിലുള്ള പിഴവ് ഞാൻ കാണിച്ചു തരാം. ഈ ചായ കുടിക്കും, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ടോ എനിക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല വലിപ്പം കേട്ടാ. ഇത് ഇപ്പം നമ്മൾ ഇവിടെ ഒരു മരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഇതിന് തണലൊക്കെ കിട്ടാനായിട്ട് മരം വെച്ചിട്ടുണ്ടായിരുന്നില്ല. മരം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫ്രൂട്ട്സിൻ്റെ പേര് സ്ഥലത്ത് ലോങ്ങൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് വെച്ചത്. അപ്പോൾ ഈ സാധനം ഓട് ഇത് മാഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് സരിത എനിക്ക് നമ്മുടെ ചാർലി അടിയിൽ എടുക്കുന്നുണ്ട് കേട്ടാ. ചാർലി എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഈ ലോങ് കണ്ട ഇത് വലുതായി കഴിഞ്ഞാൽ ശരിക്കും കണ്ട ഇതുമ്മിലാണ് തടയുക. അപ്പോൾ ഈ ലോങ്ങനെ നമ്മൾ ഇവിടേക്ക് നീക്കി ഇവിടെ ഞാൻ കുഴിച്ചിടാൻ പോവാണ്. അല്ല, ഇതിനെ എന്നെക്കാണ്ട് പറിച്ചിട്ട് വേണം ഇവിടെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ. അത് അനിലൻ ചേട്ടൻ്റെ അവിടെയും സജീവൻ്റെ അവിടെ ഈ സാധനം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വെക്കണം എന്ന് ചേട്ടൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഇവിടെ എപ്പോഴും ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുറന്ന് കിടക്കല്ലേ, അപ്പോൾ ഇവിടെ വേണ്ട, നമുക്ക് വേണ്ട. അപ്പം മരങ്ങൾ വലുതാവും. അപ്പം ഞാൻ പറഞ്ഞ മരം വെക്കി, മരം വലുതാവില്ലേ, തണലാവുമ്പോൾ അതിൻ്റെ താഴത്ത് നമുക്ക് വാങ്ങിച്ചിടാം എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടില്ല. അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ഇതിട്ടപ്പോൾ മനസ്സിലായി ഇവിടെ ഇരിക്കാൻ പറ്റണില്ല. വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ, കാലത്തിരിക്കാൻ നമുക്ക് ഇങ്ങനെ ചായ കുടിക്കണ ഒത്തിരി സമയം ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്തായാലും നേരം കിട്ടില്ല. രാത്രിയാണ് ഇരിക്കാൻ രസം. പക്ഷെ രാത്രി ചുട്ട് പഴുത്തിട്ടിരിക്കണ്ട, ഇതിൻ്റെ ചൂടാറുമ്പോൾ തന്നെ കുറേ വൈകും. അപ്പോൾ ഇതിലിരിക്കാൻ പറ്റുള്ള. അപ്പോൾ ഇത് വാങ്ങിയിട്ടിട്ട് പ്രയോജനമില്ലാത്ത പോലെ. അപ്പോഴാണ് പിന്നെ ഇത് മുകളിലേക്ക് ഈ സാധനമൊക്കെ പണിത്. അപ്പോൾ പിന്നെ അത് പണിതു. പിന്നെ ഇത് നീക്കണം. ഇതോടുകൂടി കഴിയുമെന്ന് വിചാരിക്കണം അല്ലേ. അതെങ്ങനെയും ഓരോ സാധനങ്ങൾ ഉണ്ടാവൂലേ. അപ്പോൾ ഞാനത് പറിക്കാൻ പോകണം. എന്നിട്ട് ചായ കൂടി കഴിക്കും വേഗം. എന്നിട്ട് നീ ഹെൽപ്പ് ചെയ്യണം. അതിനെക്കാണ്ട് നമുക്ക് എടുത്ത് ഇവിടെ വയ്ക്കണം. അപ്പോൾ ഇവിടുത്തെ പുല്ലാണ് മാറ്റേണ്ടത് കേട്ടാ ഇതിൽ. ബിസ്ക്കറ്റ് കൊടുത്തോണിയേ, അത് കഴിച്ചോടുന്നല്ലോ. ബിസ്ക്കറ്റ് തിന്നിട്ട് അത് ഛർദിച്ച കാരണം അതിനിപ്പോൾ ആ ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാണ്ടായില്ലേ. അപ്പം അതിന് മറ്റേ സാധനം വാങ്ങിക്കാം. ചാർലി ഒച്ചടാ കണ്ട, നമ്മുടെ അതിൻ്റെ മുകളിൽ കണ്ട ഒരു ഓടിൻ്റെ ഇതില്ലാത്ത കാരണേ ഒരു ഭയങ്കര വ്യത്യാസമല്ലേ. കുയിലിൻ്റെ അതേ ചാർലിയില്ലേ, ചാർലി നമ്മുടെ കുമ്മായില്ലേ സരിത നോക്കിയാ, ഇതിൽ നോക്കിയാൽ തലിട്ടിട്ട് നോക്കിയാ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഈ കുമ്മായ എന്തുണ്ടാ ചേട്ടാ ഇട്ടേക്കണം? അത് തിരിച്ച് ഇട്ട് കൊടുക്കണ ഓരോന്നിന് ഇട്ട് കൊടുക്കണ്ട. അവിടെ അങ്ങനെ തന്നെയാണ് കടിക്കാൻ നോക്കത് ഒഴിയാൻ നോക്കുമ്പോളേ. നമ്മുടെ ഈ ലോങ്ങനെ ഇതിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് ചെയ്യാനല്ല കുഴിച്ചിടാൻ പോകണം കേട്ടാ. ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ പുല്ല് കണ്ട നല്ല ഭംഗിയുള്ള പുല്ലായിട്ടുണ്ട്. ഇതിനെ മതിയില്ല സരിത. അതിനങ്ങനെ തന്നെ എടുത്തിട്ട് പുല്ല് വളരാത്ത ഭാഗത്ത് എടുത്ത് വെക്കാം. അതിന് എൻ്റെ കട്ടിങ് കണ്ട അതിൻ്റെ എൻ്റെ പരിപാടി അടിപൊളി. ഇതിൽ മറ്റേ കളപ്പുല്ലുണ്ട് കണ്ട, കളപ്പുല്ലേ. ഇതിനെ നമുക്ക് അടർത്തി എടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. നല്ല കുഴപ്പമില്ല. അവിടെ ഒരു ഭാഗത്ത് പുല്ല് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടു വയ്ക്കാം. നിങ്ങളുടെ സ്ഥലത്ത് പുല്ല് പോയിട്ടുണ്ട്, നീ വേഗം പടർന്നോളൂ. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നിറച്ച് വെക്കുക വേണ്ട അല്ലേ. ഇവിടെ എന്തിട്ടാണെന്നറിയോ, നമ്മുടെ കോഴിക്കോട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് അവരെല്ലാ ദിവസവും ഇവിടെ കയ്യും കാലും കഴുകലും പെയിൻറ്റ് ബക്കറ്റ് കഴുകലും ബ്രഷ് കഴുകലായിട്ട് പെയിൻറ്റിൻ്റെ ഇത് പോയിട്ട് കണ്ട ഇവിടുത്തെ പുല്ലെല്ലാം കരിഞ്ഞു പോയി.
ഇത്രയും ഭാഗം അത് ഒഴുകിയ ഭാഗത്തൊക്കെ പോയി. ബാക്കിയുള്ളടത്തൊക്കെ ദേ നന്നായി പിടിച്ചു തുടങ്ങി. കണ്ട അവിടെയൊക്കെ ദേ നന്നായി പിടിച്ചു പടർന്ന്. കണ്ട ഇപ്പം ദേ കാല് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണ് കിടന്നിട്ട് വന്നതാണ്. ഈ മണ്ണ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ ഇവിടെ ശരിയാവും. നീ ഇപ്പം എന്നെ പഠിക്കണ സൗണ്ട് കേട്ടില്ല, ഞാൻ നിന്നെ വിളിക്കാഞ്ഞേ. പഠിക്കലേ ഇങ്ങോട്ട് വാ, എന്നാ ഷൂട്ട് ചെയ്തോ. അനക്കാണ്ട് ഇത്തിരി കൂടി വട്ടത്തിൽ കുഴി എടുക്കേണ്ടിയിരുന്നു. അല്ല അത് അനങ്ങാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഇവിടെ നല്ല വളണ്ടീ, മിണ്ടാതെ ഉയ്യാടാതെ പുല്ലിൻ്റെ ഈ കുഴിയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുക. മനസ്സിലായോ? ശരി, നമ്മുടെ കുഴി കുത്തിരി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റും ആണ് കുഴപ്പം വരാം. അപ്പം നമ്മളിപ്പോൾ ഇതിനെടുക്കില്ലേ, ഇതിനെ പറിക്കണമല്ലോ. അതും അതുപോലെ തന്നെ ആ പുല്ല്, ഈ പുല്ല് പടരം പുല്ലാണ്. പടർന്ന് കിടക്കുക, പറ്റി പിടിച്ചിട്ടില്ല. ഇവനെടുക്കൽ ഒരു ടാസ്ക്കാണ് കേട്ടോ. നമ്മളെ നല്ല വളമൊക്കെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ നന്നായി പിടിച്ചു സാധനം, നല്ലോണം കൂമ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തൊരു ചെയ്യുക, ഇതിൻ്റെ അടിയിലായി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതിനവിടെ നിന്നൊരു കാർക്ക് കിട്ടി സരിത്. പടന്നേരവായാൽ കാർക്ക് പെട്ടപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് നടന്ന മാംഗോസ്റ്റിന് അവരന്ന് അവിടെ കൊണ്ട് കുഴിച്ചിട്ടത്. അന്ന് അവര് അത്രയും ഇതിലാണ് ആ രണ്ടുപേര് കൂടിയിട്ട് അതിനെങ്ങനെ എന്നെ കാണ്ടെടുത്ത്. അതിനാണ് എന്നെ വിളിച്ചോണത്. എന്നെ കാണ്ടെടുത്ത് കൊണ്ടു കുഴിച്ചിടണം. ഞാനാ എന്നിട്ട് വരെ അത് വാടി പോലെ നിന്നോട. ഇപ്പോഴാണ് അതിന് എത്രയും നാളോട് കൂമ്പ് വന്നത് അല്ലേ. എത്ര മാസമായി അതിനങ്ങോട്ട് മാറ്റിയിട്ട്. വേരുകളുണ്ട് സരിത. മറ്റേ സാധനം ആ വലിയ വണ്ട്. ഏത് വണ്ട്? ദേന്ന് അതിന്റെ അടിയില് ചെള്ളത്. അത് തെങ്ങ് കുത്തണ സാധനം. തെങ്ങ് കുത്തണതാ, അതിനൊന്നും പറ്റില്ല എന്ത് ചെയ്താലും. ഇതിനെ അടർത്തിയെടുക്കണം കേക്കട്ടെ. അപ്പം അവരെ മണ്ണ് വേണ്ട, നമ്മുടെ മണ്ണാണ് ഈ കരിമണ്ണ് സരിത. അയ്യോ തിരി അടർന്നു. തായ് വേര് അങ്ങോട്ട് നല്ലോണം അടിയെ പോയി. കിട്ടും. ഇനി കൈക്കോട്ടുകൊണ്ട് എത്തിക്കാലോ. കൈക്കോട്ടില്ലേ ഇതുകൊണ്ടാവുമ്പോൾ ചിലപ്പോൾ പൊടിയോ. ഒന്ന് ഹെൽപ്പ് ചെയ്തല്ലോ സരിത. കണ്ടാ കുഴപ്പമില്ല. കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. പക്ഷെ ആ കുഴിയിൽ കൊള്ളില്ല. തിരുവണ്ടി പരിപ്പം വേണം കുഴി. ഞാനും സ്വല്പം വട്ടാ പാടല്ലോ. എന്തായാലും അടർന്ന് കിട്ടി, അനക്കല്ലാണ്ട് കിട്ടിയില്ലല്ലേ. അതൊരു ഭാഗ്യം. മുന്നിൽ മാർക്കട്ടെ സരിത. അങ്ങോട്ട് നീ കറക്റ്റ് ഇരിക്കേണ്ട ഭാഗത്തുള്ള കുരിയാനാക്കണത്. ലോങ്ങൻ ഭയങ്കര രസമുള്ള ഫ്രൂട്ട്സാണ്. ഒറ്റയ്ക്ക് ഇരുന്നില്ലേ. ഇനി ഞാനും സരിതയും കൂടി ഇതിനെ എടുക്കാൻ പോവാണ് കേട്ടാ. പിടിച്ചോട്ടെ, നീ ഇവിടെ പിടിക്കും. പിടിക്കാം. ചേട്ടൻ താഴ്ത്ത് പിടിച്ചോ. ഓക്കെ, എന്നെക്കല്ലാണ്ട് കിട്ടി. പൊട്ടിക്കരുത്. അത്ര മതി. പിടിച്ചു. ഇളക്കി പൊട്ടിക്കരുത്. ഞാൻ ഒന്നും ചെയ്യണില്ല എൻ്റെ ദൈവമേ. അടിപൊളി. വിട്ടോ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ലോങ്ങനെ നമ്മൾ കുഴിച്ചിട്ടു. ഒരു അനക്കം പറ്റിയില്ല. ഇവിടുത്തെ മണ്ണ് തിരിയാൻ മറന്നുപോകും. ഈ മണ്ണ് ഇതിലേക്ക് മണ്ണ് കുഴിച്ചിട്ടുണ്ടേ. അല്ല മണ്ണ് ഈ പുല്ല് എന്നിട്ട് ചെയ്യണ്ടേ. ഈ പുല്ല് ഇവിടെ തന്നെ വെക്കാം. അത് നീക്കി. ആകെ പൂത്താങ്കീരികൾ, കിളികൾ, കുയില്. കണ്ട് എന്തൊരു ശബ്ദം. അങ്ങനെ മാറ്റി സ്ഥാപിക്കപ്പെട്ട ലോങ്ങിന് നനച്ചു കൊടുക്കണം കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പറിച്ചെടുത്തത്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ താഴികക്കുടം വെക്കണില്ലേ അബി? താഴികക്കുടം അത് വാങ്ങിയാൻ കിട്ടിയാ? ഭയങ്കര ശ്രദ്ധയോട് കൂടിയുള്ള പണിയിലാണ് അബി. ഭയങ്കര വിഷമത്തിലാ. നമ്മളോട് മിണ്ടില്ലേ ദേവിനി? അബി ഭയങ്കര വിഷമത്തിലാണ്. എന്നിട്ടാന്ന് വെച്ചാലേ കഴിഞ്ഞൊരു വീഡിയോയില് അവരുടെ ഒപ്പം നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്തതിൽ അപ്പോൾ പനയമ കയറണ കാര്യം, പിന്നെ എന്തൊരു ഫോട്ടോ ചേട്ടാ എടുത്തു എന്ന് പറഞ്ഞ ദാരിദ്ര്യം പിടിച്ച ഫോട്ടോ.
അങ്ങനത്തെ എന്തിട്ടോ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറയണത്. അതൊക്കെ ആൾ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ കട്ട് ചെയ്തില്ല. അതിലുള്ള അമർഷം രേഖപ്പെടുത്തി ഇന്ന് രാവിലെ വന്നപ്പോൾ. എന്നാൽ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മളല്ല ഇതിനല്ല എഡിറ്റ് ചെയ്യണേ, അവനെൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ടിലേക്കുള്ള ഊഞ്ഞാലില്ലേ, അതുമ്മലാണ് ഇപ്പോൾ വരെ പണി. ദൈവമേ, ആ പലകേനെ ഇട്ടിട്ട് ആ കയറ് കെട്ടിയിട്ടാൽ മതി ഞാൻ പറഞ്ഞത്. അപ്പം ആ ഊഞ്ഞാൽ അങ്ങനെ മതിയെന്ന്. പക്ഷേ സുമേഷിൻ്റെ ഐഡിയ ആണ് ഇങ്ങനെയൊക്കെയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആടണമെങ്കിൽ അങ്ങനത്തെ ഇത്തിരി വീതിയിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വീതിയിൽ വെറുതെ ഇങ്ങനൊരു ഫ്രെയിം ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ അഴികളടിച്ച് അത്രയ്ക്ക് ഇത്തിരി വീതിയിലാക്കുമെന്ന് വിചാരിച്ചേ. പക്ഷെ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യണേ. ഇപ്പളാ ചൂടില്ലേ, നിങ്ങൾ ഇത് മാക്കിയോടന്തല്ലേ? ഇല്ല പിരിക്കില്ല. ഞാൻ അത് ഇതിന്റെ ആംഗിളും ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണല്ലോ, അല്ലെങ്കിൽ ഇരിക്കാൻ സുഖം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇതിന് ഇങ്ങനെ വേണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ഇങ്ങനെ നേരെ നിന്നാൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അപ്പം ഇത് ഇങ്ങനെയാവില്ലടാ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും ഊഞ്ഞാലാടും. ഇത്രല്ലേ വേണ്ടോ? ആ കുഴപ്പമില്ല, ഇനിയാക്കൊന്നും വേണ്ട. അത് വല്ലപ്പോഴും ഇരിക്കുന്ന സ്ഥിരമായിട്ടിരിക്കുന്ന പോകണമെന്നില്ലല്ലോ. ഇതിന് ഇത്തിരി വളവ് കൂടിയ പോലെ തോന്നുന്നു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നോളൂ. ഇന്നത്തോടു കൂടി വരെ പണി കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് കുറേ വേസ്റ്റുകൾ ഉണ്ട് കളയാനായിട്ട്. അതെല്ലാം കളഞ്ഞ് ഇവിടെ വൃത്തിയാക്കണം വീടിൻ്റെ ചുറ്റുപാടും. ഊഞ്ഞാൽ അത് ഇടാൻ പോണ ഇതുമ്മല ഇത് ചെറുതാവും നീ തേങ്ങ അത് കൊണ്ടുവരുമ്പോൾ. ചാർലി ഉറങ്ങായിരുന്നു തോന്നുന്നു. കണ്ടാ ചേട്ടാ? ചെറുതാവില്ല. ഞാൻ വിചാരിച്ചു എന്തുട്ടാന്നറിയോ, ഈ സാധനല്ലേ, ഈ സാധനം ഈ 2 മരത്തുമ്പലാണ് അവിടെ കെട്ടി വെച്ചാണ്. നമ്മുടെ പാണ്ഡ്യണ്ണനാട്ടാ അതൊക്കെ കെട്ടി തന്നു പാവും. അപ്പോൾ ഇതിങ്ങനെ കെട്ടണമെന്ന് പറഞ്ഞാൽ മരത്തിന് കുഴപ്പമാ. മരം വണ്ണം വെക്കുമ്പോൾ ഈ കയറും ഇതൊക്കെ മരത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അവിടെ നിന്ന് ഒടിയില ഉണങ്ങലൊക്കെ വരാം. അപ്പം അതുമെന്ന് അഴിക്കണം. അപ്പം അതുമെന്ന് ഇതൊക്കെ അഴിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഈ കയറില്ലേ അതുമെന്ന് അഴിച്ചിട്ട് ഇതുമ്മ കെട്ടിയിട്ട് ഇങ്ങനെ ഇടുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെയൊക്കെയായി. അപ്പം ഇതിന് എന്തുട്ടാ ചെയ്യാ? ഇത് വേറെ ഏതുമ്മേ? അല്ല ഇതുമ്മ പറഞ്ഞ ട്രീ ഹൗസുമ്മേ. ഇവിടെ കെട്ടാലോ വേണമെങ്കിൽ. അതുമ്മ കെട്ടി തരാന്നാ പറഞ്ഞേ സുമേഷ്. അതല്ലേ? കുഴപ്പമില്ല. അപ്പൊ 2 ഊഞ്ഞാലായി. ഈ കയറ് കെട്ടിയിട്ടുള്ള ചെറുത് മാടാനായിരിക്കും രസം. മറ്റേത് വെറുതെ ഇങ്ങനെ ആടുള്ളൂ. 2 മൈന പോണു. എവിടെ പറന്നു പോയി കഴിഞ്ഞു. വാ, എനിക്ക് പയർ നടാണ്ട്. വെണ്ട നടാണ്ട്. വാ, നമ്മളെ കുറച്ച് വെണ്ട വിത്ത് നടാൻ പോണത്. വെണ്ട വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ആകാശ വെണ്ട ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ആകാശ വെണ്ട എന്ന് പറഞ്ഞാൽ ആകാശ വെണ്ട എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പൻ ആകാശ വെണ്ട തട്ടി. ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ ചെയ്തതാട്ടാ. ഇതൊക്കെ വിത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ വിത്താണ്. ഇതിൻ്റെ ഉള്ളിലത്തെ വിത്ത് എടുത്താണ് ഞാൻ ഇതേ കണ്ട. ഒരു നല്ല വെണ്ടയത് കണ്ട, മണ്ണത്തിൽ തിന്നിയാണിത്. നല്ല വെണ്ടയാ, മണ്ണത്തിൽ തിന്നിയാണിത്. കണ്ട, ഇത് കുഴിച്ചിടാൻ പോകും. ഈ തടം ഇവിടെയൊക്കെ ഞാനെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേപ്പിനില്ലേ, ഈ വേപ്പിൻ്റെ തലയൊക്കെ ഞാൻ കട്ട് ചെയ്തു, ഇപ്പോൾ കൂമ്പെടുത്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുകളിൽ പോയിട്ട് എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. മുകളിൽ അല്ല ശരിക്കും ഉണ്ടാവണില്ല. ഈ തടത്തിൻ്റെ അവിടെ വെണ്ടയെ വാങ്ങിച്ചു ഉണ്ടാവും. കൊത്തി കളച്ച് ആകെ വെണ്ണൂറൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ടുണ്ട് സ്ഥലം. എല്ലാ വെണ്ടയും മുളയ്ക്കണമെന്നൊന്നുമില്ല, എന്നാലും മുളയ്ക്കുന്നവർ മുളയ്ക്കട്ടെ ചുറ്റണ്. ഒരു 5-10 വെണ്ട ഉണ്ടായാൽ മതി. കഴിഞ്ഞു അല്ലേ? വെണ്ട കഴിഞ്ഞു. ചാർലി എവിടേക്കാ മാന്നെ? ചാർലി അതിന്റെ കടക്ക് അതിന്റെ അടിയിലേക്ക് എടുക്കണ നോക്കിയത് തണുപ്പ് കിട്ടണ്ടെന്ന് തുളസിയുടെ ഇടയില്. ആഹാ, എന്തൊരു സുഖാ തേങ്ങ. എന്തൊരു പണിയാ കാണിക്കണേ. ചാർലിനെ കുളിപ്പിക്കണം എന്നല്ല പറഞ്ഞപ്പോ തന്നെ. വെയില് കാരണേ ചൂടും. അപ്പോൾ അതൊന്ന് കുളിച്ചു. അവിടെ പടവലയും കയ്പക്കായ എല്ലാത്തിലും നിറച്ച് ചീര തൈകൾ മുളയ്ക്കുന്നുണ്ട്. വെള്ളത്തിനോടത്ത് മുഴുവൻ ചീര മുളയ്ക്കുന്നുണ്ട്. നല്ല സുഖം വെയിലത്ത് കുളിച്ചിട്ട് നിൽക്കുമ്പോ. വല്ല അസുഖം വരും ഈ വെയിലത്ത് നനഞ്ഞിട്ട്. പിന്നെ അങ്ങനെ വല്ല അസുഖം വരുന്ന. നിർത്തി, നീ പൊക്കോ. അതെവിടെ ചാർലി? എവിടെ ചാർലി? അത് ആ പൊത്ത് തപ്പാൻ പോയിണ്ടാവും. അതെ, പൊത്തിന്റെ അവിടെ ഉണ്ട്. ചാർലി ഇടുവാ, വിളിക്കേട്ടാ.
ഫിറ്റ് ചെയ്യാൻ പോണല്ലേ. മോളിലേക്കുള്ള ഡോമ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവര്. അങ്ങനെ ഊഞ്ഞാലിന്റെ പണി കഴിഞ്ഞു. ഇന്നത്തെ പിറന്നാളാണോ? അതെ. ആ വരട്ടെ ഇരിക്കി. അപ്പൊ അങ്ങനെ ഉദ്ഘാടന കർമ്മവും സുമേഷ് തന്നെ നിർവഹിച്ചു. ചെരിഞ്ഞിട്ടാണോ തെളിഞ്ഞു കാണില്ല പച്ചല്. നിങ്ങളിരുന്ന് ആടി ആടി അത് പൊട്ടാറായി നിൽക്കുമ്പോഴോ ഞങ്ങള് പോയിരിക്കുക. ഇത് ഞങ്ങൾക്ക് അവിടേക്ക് ഒന്ന് അയച്ചു കെട്ടി തന്നു. പേപ്പർ ഇങ്ങനെ ആടിക്കൊണ്ട് വായിക്കുമ്പോ തല ചുറ്റും ഛർദിക്കാൻ വരും. വെറുതെ ഇനി നാളെ രസ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കാം. ഇപ്പൊ വർത്താനം പറഞ്ഞിരിക്കാൻ എന്തോരോ സ്ഥലങ്ങളാ. ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, കുടില് പോയിട്ടിരിക്കുക, എവിടെ വേണമെങ്കിലും ഇരിക്കാം.